എന്തിനാ ചങ്ങായി ഇങ്ങനെ ഇവരെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടും? നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? എത്ര നല്ല മനുഷ്യന്മാരാ. നല്ല നീളക്കുപ്പായം, നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങി നമ്മൾ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും തലയിൽ തൊപ്പിയും കയ്യിൽ തസ്ബീമാലും പള്ളിയും. എന്താ സംസാരത്തിലൊക്കെ സ്നേഹസ്വരം. ആരും കൂടെ പോകും. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചിട്ടുള്ള ചില ആളുകളുടെ കമന്റ്സ് ആണ് ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആളുകൾ രാജ്യത്തിന്റെ ഒറ്റുകാരാണ്, തീവ്രവാദികളാണെന്ന് പിടിക്കപ്പെടുന്നുണ്ടല്ലോ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ആർക്കും ഈ മഹാത്മ്യം കാണുന്നില്ല എന്നല്ല. ഇതിലെ പല വിശേഷണങ്ങൾ, നല്ല താടിയൊക്കെ ഉള്ള എത്ര RSSകാരാണ് നമ്മൾ വിമർശിക്കപ്പെടുന്നത്. അപ്പൊ ഒരാള് നമ്മള് വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ദേശഭാഷ വേഷഭൂഷാദികളിലല്ല, മറിച്ച് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഐഡിയോളജിയിലാണ്. അദ്ദേഹത്തിന് നേതാക്കൾ പഠിപ്പിക്കുന്ന വിശ്വാസ കർമ്മ കാര്യങ്ങൾ എന്താണ്, അതിനാണ് നാം അദ്ദേഹത്തിനെയും അവരെയും പരിഗണിക്കേണ്ടതും എതിർക്കേണ്ടതും. തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ സിറാത്തുൽ മുസ്തഖീം ഇസ്മായിൽ ദഹ്ലവിയുടെ ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നതിനേക്കാൾ കാളയെയും കഴുതയും ഓർക്കലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ നല്ലത് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിഫ്ളുൽ ഈമാൻ എന്ന് പറയുന്ന അഷ്റഫ് അലി താനവി, അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാം, നബി തങ്ങൾക്ക് അദൃശ്യജ്ഞാനം അറിയില്ല. എന്നെ അറിയുമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് അല്പൊക്കെ അറിയാലോ, ആ വേറിനെ ഉള്ളൂ, പ്രത്യേകത കൽപ്പിക്കേണ്ടതില്ല. ബറാഹീനെ ഖാത്തിഅ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഖലീൽ അഹമ്മദ് സഹാറംപൂരി രചിച്ചതാണ്. അതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല ജ്ഞാനത്തിൽ വിശ്വസിക്കൽ ശിർക്കാണ് കേട്ടോ. അവരുടെ സ്ഥാപക നേതാവാണ് മുഹമ്മദ് ഇല്യാസ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മഖാത്തിബ്. ആ മഖാത്തിബിൽ കാണാം, അസ്സലാത്തു വസ്സലാമു അലൈക, നമ്മൾ വിളിക്കുന്ന സ്വലാത്തല്ലേ, ആ സ്വലാത്ത് വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിക്കൽ അനുവദനീയമല്ല, അത് ശൈത്താൻ പിഴപ്പിക്കാൻ സാധ്യതയുള്ള ഇടമാണ്. ഫതാവ റഷീദിയ എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥമുണ്ട്. മുഹിബുല്ലാഹി ഷാഹ് റഷീദിയ എന്നതിന്റെ രചയിതാവ് വളരെ വിഷലിപ്തമായ നമ്മുടെ എന്തൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളുണ്ട് സർവവും വ്യക്തമായി എതിർക്കുന്ന വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇസ്തിഹാസയെ ശിർക്കാണെന്ന് ഫതാവ റഷീദിയയിൽ പറയുന്നുണ്ട്. മറ്റു പല യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബികളുടെ സ്ഥാപക നേതാവിനെ കുറിച്ച് തന്നെ ഫത്വ ചോദിക്കുന്നുണ്ട്. സവാൽ അബ്ദുൽ വഹാബ് നജ്ദി കൈസേ ശഖ്സിയത്തെ, അവിടുന്ന് മറുപടി ജവാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം ലോകക്ക് അദ്ദേഹത്തിന്റെ വിഭാഗത്തെ വഹാബി കഹത്തെ, അദ്ദേഹത്തിന്റെ കൂട്ട വഹാബികൾ എന്ന് വിളിക്കുന്നു. മാത്രമല്ല വോ അച്ഛാ ആദ്മീത, അദ്ദേഹം നല്ല വ്യക്തിയാണ്. മാത്രമല്ല അംബലി മദ്ഹബ് അനുസരിച്ച് ജീവിച്ച ആളാണ്. വിശുദ്ധ റബീഉൽ അവ്വൽ മാസാണല്ലോ, റബീഉൽ അവ്വലിന്റെ മൗലിദിനെ വരെ തബ്ലീഗ് ജമാഅത്ത് നേതാക്കൾ എതിർക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഇതേ കിതാബിൽ ഫതാവ റഷീദിൽ ചോദ്യമുണ്ട്. സവാൽ എന്താ?